guys, welcome back to our channel. And ഇന്ന് എനിക്ക് ബയോളജി എക്സാം ആണ്. ബയോളജി എന്ന് പറയുമ്പോൾ സുവോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് അതായത് നമുക്ക് സുവോളജി പഠിക്കാൻ കുറച്ചേ ഉള്ളൂ എന്നൊക്കെ തോന്നും, അതായത് ബോട്ടണിയെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ സുവോളജി ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് വട്ടായിപ്പോവും. പിന്നെ ബോട്ടണി ആണെങ്കിൽ പഠിക്കാൻ ഒരുപാടുണ്ടെന്ന് തോന്നും, പഠിക്കാൻ ഒരുപാടുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എഴുതാനും പറ്റും. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് സുവോളജിയുടെയും ബോട്ടണിയുടെയും കാര്യത്തിൽ. അപ്പം എനിക്കത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചെടുത്താലൊക്കെ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും എനിക്ക് എക്സാം കഴിഞ്ഞ കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എനിക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, കാരണം എനിക്ക് കുറച്ച് ഫിസിക്സും കെമിസ്ട്രിയാണ്. അപ്പോൾ ഫിസിക്സ് എനിക്ക് അത്ര അറിയത്തില്ല, അപ്പം എനിക്ക് എങ്ങനെ പഠിക്കണം എന്ന് പോലും ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം ഫിസിക്സിൽ ഞാനൊരു മണ്ടത്തരം കാണിച്ചു. ഞാൻ പറഞ്ഞു എല്ലാ വീഡിയോത്തിലും ഞാൻ മണ്ടത്തരം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, സത്യത്തിൽ കാണിച്ചുകൊണ്ടാണ്. അപ്പം ഫിസിക്സിൽ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്കൂളിലും ട്യൂഷനും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ട്യൂഷനിൽ കുറേ പോർഷൻസായി, അതായത് ട്യൂഷൻ്റെ ഒത്തിരി ഫ്രണ്ടിലോട്ടായി, സ്കൂളിൽ കുറച്ചേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ട്യൂഷനിലെ നോട്ടങ്ങ് പഠിച്ചു. സ്കൂളിൽ ഇത്തിരി എത്തിയെന്ന് ഞാനത് ഓർക്കുന്നില്ല. ട്യൂഷനിലെ നോട്ട് ഇഷ്ടം പോലെ ഉണ്ട്, ഞാനതെല്ലാം ഒറ്റ രാത്രി കൊണ്ടിരുന്ന് കാണാതെ പഠിച്ച് ലാസ്റ്റ് എനിക്ക് വട്ടായിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാവർക്കും ഇതേ അവസ്ഥയായിരിക്കും എന്ന് പറഞ്ഞ് സ്കൂളിൽ ചെന്ന സമയത്ത് ഞെട്ടിപ്പോയി. കാരണം സ്കൂളിൽ ചെന്നപ്പോഴാണ് ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞത് ഇത്രേ ഉള്ളൂ പഠിക്കാൻ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും നേരം പഠിച്ച എല്ലാം വെറുതെ ആയില്ലേ. പിന്നെ ഞാൻ എന്തോ ചെയ്തു, ഞാൻ പഠിച്ചത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ആവശ്യമുള്ള മാത്രം എടുത്ത് പഠിക്കാമെന്ന് വിചാരിച്ചപ്പോൾ 9 മണിക്കാണ് എക്സാം എങ്കിൽ ഞാൻ 8:55 സ്കൂളിലെത്തുന്നത്. അപ്പോൾ ആ ഒരു ഇത് കാരണം പിന്നെ ഞാൻ ഫിസിക്സ് പോയി ഫിസിക്സ്. പിന്നെ ഇന്നത്തെ കെമിസ്ട്രി വന്നിട്ട് എളുപ്പമുണ്ടായിരുന്നു. അതായത് എനിക്ക് അതായത് നമ്മുടെ മോളിക്കുലാർ ഫോർമുല മോളിക്കുലാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസിൻ്റെ എംപിരിക്കൽ ഫോർമുല, അതാണ് അതിൻ്റെ ഫോർമുല. പക്ഷേ ഈ എംപിരിക്കൽ ഫോർമുല മാസ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ മറന്നുപോയി. ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് എനിക്കുണ്ട്, കാരണം ഞാൻ പഠിച്ചതാണ്. അപ്പോൾ അത് പെട്ടെന്ന് മറന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സങ്കടമായി. ബാക്കിയൊന്നും കുഴപ്പമില്ല. പിന്നെ ചില ക്വസ്റ്റ്യൻ നമുക്ക് എയും ബിയും അറിയാമെങ്കിൽ സി അറിഞ്ഞുകൂടായിരിക്കും, ഇനി എ അറിയാമെങ്കിൽ ബി അറിഞ്ഞുകൂടായിരിക്കും, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവും. അല്ലേ, എല്ലാവർക്കും അങ്ങനെ വരാൻ സ്വാഭാവികമല്ലേ. അപ്പോൾ എനിക്ക് ഇന്ന് അങ്ങനെ ഏതോ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു കുഴപ്പം പറ്റി. വേറെ കുഴപ്പമൊന്നും കെമിസ്ട്രിക്കില്ലായിരുന്നു കേട്ടോ. കെമിസ്ട്രി എനിക്ക് ഫിസിക്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തായാലും ഞാൻ കെമിസ്ട്രി എഴുതി. ഫിസിക്സ് എനിക്ക് ആലോചിക്കുമ്പോഴേ വേണ്ട, നമുക്കത് വിടാം, എന്തായാലും കഴിഞ്ഞു. പിന്നെ ഇന്ന് ക്ലാസ് ടീച്ചർ വന്നിട്ട് ഫിസിക്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു, ഫിസിക്സിന് എല്ലാവർക്കും മാർക്ക് കുറവ്, പിന്നെ എല്ലാവർക്കും കിട്ടിയ കൂട്ടത്തിൽ എനിക്കും കിട്ടി. അപ്പോൾ നമുക്ക് എന്തായാലും അത് 2 എക്സാമും കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് 3ാമത്തെ എക്സാം, അതായത് സുവോളജി ബയോളജി, ആ എക്സാമിനെ പറ്റി ആലോചിക്കാം, പഠിക്കാം. അപ്പോൾ ഗൈസ്, ഇത് ബോട്ടണിയാണ്. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, അതായത് ക്ലാസ്സിൽ പഠിപ്പിക്കാറുണ്ട്, ഓക്കെയാണ്. അപ്പം ഞാനിപ്പോഴാണ് നോട്ട് തുറക്കുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാം എന്തായാലും വായിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ സാറ് പറഞ്ഞു ജസ്റ്റ് നിങ്ങളങ്ങ് വായിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകുമെന്നൊക്കെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ, അത് വിട്ടേക്കാം. എന്തായാലും ഞാൻ പഠിക്കുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ബോട്ടണി ഒരുവിധം പഠിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സുവോളജിയാണ്. നമുക്കടുത്ത് സുവോളജി പഠിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു സുവോളജി ഒത്തിരി പഠിക്കാൻ അങ്ങനെയില്ല. അതായത് 2nd ചാപ്റ്റർ ഉണ്ട്, ഫൈലങ്ങളുടെ. ആ ഒരു ചാപ്റ്ററാണ് കുറച്ചും കൂടി അധികം പഠിക്കാനുള്ള. ഒത്തിരി ഫൈലം, സബ് ഫൈലം എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുണ്ട്. സോ എൻ്റെ ഒരു ഇതിൽ നമുക്ക് ട്യൂഷന് സുവോളജി കുറച്ചേ പഠിപ്പിച്ചിട്ടുള്ളൂ, സ്കൂളിൽ ഒത്തിരി എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് അത്രയും ഒന്നും എത്താൻ പറ്റിയിട്ടില്ല, അതായത് സ്കൂളിൽ പഠിപ്പിച്ച അത്രയും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ട്യൂഷന് പഠിപ്പിച്ച മാത്രമേ പഠിക്കുന്നുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പല ഫൈലങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്, ഇതെങ്ങനെ പഠിക്കുമെന്ന്. ഫൈലത്തിൻ്റെ മെയിനായിട്ടുള്ള യുണീക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഫൈലം പോറിഫെറ ആണെങ്കിൽ അതിന് വാട്ടർ കനാൽ സിസ്റ്റമാണ് അതിനൊരു ഇതായിട്ട് വരുന്നത്. സോ അങ്ങനെ ഓരോ കീ വെച്ച് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പമെന്ന് തോന്നും. എന്തായാലും ഞാൻ ട്യൂഷൻ ഏതുവരെ പഠിച്ചോ അത്രയും പഠിച്ചുകൊണ്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് പഠിക്കാം.
സോ ഗൈസ് നമ്മൾ സുവോളജിയും ഏകദേശം പഠിച്ച് തീർത്തു കേട്ടോ. ഈ ഒരു ഫൈലം പോറിഫെറ അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ കീ വെച്ചൊക്കെ പഠിക്കാൻ. എന്തായാലും എനിക്കും നിങ്ങൾക്കും ഒക്കെ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. നാളത്തെ എക്സാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ എന്നെപ്പോലെ ഇരുന്ന് കരയരുതാരും. അടുത്ത എക്സാമിന് പിടിക്കാം. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കാരണം ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളും ഇത്രയും കണ്ടൊന്നും ഇരിക്കണ്ട, നിങ്ങളും പോയി പഠിച്ചോ. ഞാൻ അതുകൊണ്ട് വീഡിയോയുടെ ലെങ്തൊക്കെ കുറച്ചിട്ട് ആണ് ഇട്ടിരിക്കുന്നത്. സോ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ബൈ ഗൈസ്.